ദേ ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. ബീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക വികാരം തന്നെയല്ലേ. അപ്പോൾ ഈ ബീഫ് കൊണ്ട് നമുക്കിന്നൊരു ബാച്ചിലർ ബീഫ് കറി ഉണ്ടാക്കിയാലോ? സിമ്പിളായിട്ട്. സിമ്പിളാണെന്ന് പറയുമ്പോൾ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണോ ഇതിന്? അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? കുക്കർ ഒന്ന് ചെറുതായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചതച്ച കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് ബീഫിന് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 വിസിൽ. ഇതിപ്പോൾ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ബാച്ചിലർ ബീഫ് കറി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മണം, ഇത് തുറന്നപ്പോൾ തന്നെ കഴിക്കാൻ കൊത്തിയായിട്ട് വയ്യ. ഇനി വീട്ടിൽ ബീഫൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കും. അടിപൊളി ടേസ്റ്റാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.